ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 2 ശമൂവേൽ 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ദാവീദ് ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായി അവൻ മാറി. അത് കഴിഞ്ഞപ്പോൾ യഹോവയുടെ പേടകം, യഹോവയുടെ ദിവ്യമായ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വലിയ ഘടകമായിരുന്നു. അത് യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദാവീദ് പ്രവർത്തിക്കുന്നതാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കൽ അത് ഫെലിസ്ത്യർ യുദ്ധം ചെയ്ത് ഇസ്രായേലിനെ തോൽപ്പിച്ച് അത് അവർ അവരുടെ നാട്ടിൽ കൊണ്ടുപോയി. അത് മുഖാന്തരം പലവിധ വ്യാധികൾ അവരെ ബാധിച്ചു. അപ്പോൾ അവരത് ഇങ്ങനെ തിരിച്ചയച്ചു. അത് ഒരു ഭവനത്തിൽ ആയിരിക്കുകയാണ്. അവിടെ നിന്ന് യെരുശലേമിലേക്ക് താനിപ്പോൾ വസിക്കുന്ന കൊട്ടാരം ഉള്ളതായ അതിൻ്റെ ആ തലസ്ഥാന നഗരിയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദാവീദ് ആഗ്രഹിക്കുന്നു. അപ്പം അതിനുവേണ്ടിയുള്ള ക്രമീകരണം അവിടെ ചെയ്യുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്, യഹോവയുടെ പെട്ടകം അത് ചുമക്കേണ്ടത് ലേവ്യരിൽ കെഹാത്യരാണ്. അവർക്ക് മാത്രമേ അത് ചുമക്കുവാനും കൊണ്ടുവരുവാനും അവകാശമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനു മുൻപ് ഫെലിസ്ത്യർ അത് കൊണ്ടുപോയത് ഒരു കാളവണ്ടിയിലായിരുന്നു. ദൂരെ കൂടുതലുള്ളതുകൊണ്ട് ദാവീദ് വിചാരിച്ചു അതായിരിക്കും സൗകര്യമെന്ന് വിചാരിച്ചും അതുപോലൊരു കാളവണ്ടിയിൽ അതിനെ ഈ പെട്ടകം കയറ്റി അതുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് കുറേ ദൂരം വന്നപ്പോൾ കാളകൾ വിരണ്ടു. അവ ഓടിയപ്പോൾ പെട്ടകം താഴെ പോകാതിരിക്കാൻ വേണ്ടി ഉസ്സ എന്ന് പറയുന്ന ആൾ ആ പെട്ടകത്തെ കയറി സ്പർശിച്ചു. ഉടൻ തന്നെ അദ്ദേഹം മരിച്ചു പോകുന്നതായി നമ്മൾ കാണുന്നു. ന്യായപ്രമാണപ്രകാരം പറഞ്ഞിരുന്നു, ആരും അതിനെ സ്പർശിക്കരുത്. അതുകൊണ്ട് ലേവ്യരിൽ കെഹാത്യരാണത് ചുമക്കേണ്ടത്. അവർ പോലും അതിലെ സ്പർശിച്ചിരുന്നില്ല. സംഖ്യ 4:15 നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് സമാഗമന കൂടാരത്തിൻ്റെ പുറത്തെ തിരശ്ശീല ഇതിൻ്റെ പുറത്തിട്ട് അങ്ങനെയാണ് അവരത് ചുമന്നുകൊണ്ട് വന്നിരുന്നത്. ഇവിടെ നമുക്ക് ചിന്തിക്കാം, കാരണം ഉശയെ സംബന്ധിച്ചിടത്തോളം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ചെയ്ത രീതി തെറ്റിപ്പോയി. നമ്മളും പല കാര്യങ്ങളും നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നു. അതിൻ്റെ രീതി തെറ്റാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുപോലെ തെറ്റായ ഒരു കാര്യം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യാനും പാടില്ല. നല്ല കാര്യം ആ തെറ്റായ ഉദ്ദേശത്തോടു കൂടിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഏതൊരു ആ പ്രവൃത്തിയുടെയും അന്തിമ ഫലം, അതുപോലെ അതിലേക്കുള്ള മാർഗത്തെ ന്യായീകരിക്കുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളും പല കാര്യം തെറ്റായി ചെയ്തിട്ട് അതിൻ്റെ നല്ല ഉദ്ദേശത്തെക്കുറിച്ച് പറയാറുണ്ട്. നല്ല കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല രീതിയിലാണ് ചെയ്യേണ്ടത്. തെറ്റായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അതിന് യാതൊരു പ്രയോജനവുമില്ല എന്ന കാര്യം ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ കെഹാത്യർ അതിനുശേഷം ദാവീദ് വളരെ നേരായ രീതിയിൽ ലേവ്യരെ കൊണ്ട് അല്ലെങ്കിൽ കെഹാത്യരെ കൊണ്ട് അത് ചുമപ്പിച്ച് തൻ്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയത്ത് ദാവീദ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 14-ാം വാക്യം, ദാവീദ് വലിയ സന്തോഷവാനായി അതിൻ്റെ മുന്നിൽ നടന്ന് നൃത്തം ചെയ്യുകയാണ്. പഴയ നിയമകാലത്തും അങ്ങനെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. സന്തോഷമുണ്ടാകുമ്പോൾ അവർ നൃത്തം ചെയ്യുക, പാട്ടുപാടുക, ആനന്ദിക്കുക. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ പേടകം യഹോവ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ തന്നെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ സാമീപ്യം തൻ്റെ പട്ടണത്തിലേക്ക് വരുമ്പോൾ, അതും അത് തന്നെ രാജാവായി തിരഞ്ഞെടുത്ത ആ ദൈവത്തിൻ്റെ സാമീപ്യം വരുമ്പോൾ മൗനമായിരിക്കാൻ ദാവീദിന് സാധിക്കുകയില്ല. ദാവീദ് അതുകൊണ്ടാണ് അതിന് മുന്നിൽ നടന്ന നൃത്തം ചെയ്ത് ആ സന്തോഷം പങ്കുവയ്ക്കുന്നത്. എന്നാൽ അവൻ്റെ ഭാര്യ മീഖൾ ഇത് കണ്ടു. ദാവീദ് അങ്ങനെ ഇത് നൃത്തം ചെയ്യുന്നത് അവനെ പരിഹസിക്കുകയാണ്, അവനെ നിന്ദിക്കുകയാണ് അവളുടെ ഹൃദയത്തിൽ.
നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും നടന്നില്ലെങ്കിൽ അത് തെറ്റെന്ന് പറയും, അതിനെ വിമർശിക്കുകയൊക്കെ ചെയ്യും. ഇന്നും ആരാധന പല രീതിയിലാണ് മനുഷ്യൻ ഭൂമിയിൽ നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ അവലംബിക്കുന്ന രീതി മാത്രമാണ് ശരി എന്നെനിക്ക് പറയാൻ അവകാശമില്ല. ആരാധന പൊതുവെ 3 രീതിയിലുണ്ട്: ഡിവോഷണൽ, ഇമോഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ. ധ്യാനപരവും വൈകാരികപരവും ബൗദ്ധികപരവുമായ ആരാധനയിൽ ഈ 3 ഘടകങ്ങളുമുണ്ടെങ്കിലും പൗരസ്ത്യ സഭ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതൊക്കെ ഡിവോഷണലായിട്ടുള്ള ധ്യാനാത്മകമായ രീതിയിലുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പാട്ടുകളോ അല്ലെ അതിൻ്റെ ആരാധന ചൊല്ലുന്ന സമയത്തോ നമുക്ക് കൂടുതൽ ബഹളം വയ്ക്കാനോ അല്ലെങ്കിൽ കടന്ന് കൈയടിക്കാനോ ഒന്നും സാധിക്കുകയില്ല. എന്നാൽ പ്രൊട്ടസ്റ്റൻ്റ് ആരാധന രീതി പലപ്പോഴും ഇമോഷണലാണ്. അവിടെ കൈയടിക്കുകയും പാട്ടുപാടുകയും അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ചെയ്യും. വേറൊരു കൂട്ടമുണ്ട് ഇൻ്റലക്ച്വൽ, അല്ലെങ്കിൽ ബൗദ്ധികമായി ബുദ്ധിപരമായി ചിന്തിച്ച് ദൈവം ആരെന്ന് ആരാഞ്ഞറിയാനുള്ള ശ്രമം നടത്തുന്നവരുണ്ട്. ആരാധനയിൽ ഈ 3 ഘടകങ്ങളുമുണ്ട്. എങ്കിലും കൂടുതൽ പ്രാധാന്യം പല രീതിയും മനുഷ്യന് നൽകാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവലംബിച്ച രീതി മാത്രമാണ് ശരി നമ്മൾ പറയുകയോ മറ്റുള്ളവരെ നിന്ദിക്കാനോ പാടില്ല. മറ്റുള്ള രീതി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ അവരെ അപഹസിക്കാനോ നിന്ദിക്കാനോ നമുക്ക് അവകാശമില്ല. അവരും ദൈവത്തെയാണ് സ്തുതിക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ രീതി പലപ്പോഴും ഞാൻ ചെയ്യുന്നത് പോലെ മറ്റൊരാൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനെയെല്ലാം കഠിനമായിട്ട് വിമർശിക്കുകയും വ്യക്തിപരമായി സമൂഹപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന രീതിയുണ്ട്. അതൊരിക്കലും നമ്മൾ ചെയ്യാവുന്നതല്ല. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായ രീതിയിൽ അവരവരുടെ രീതിയിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യുന്നതിന് നമ്മൾ വിമർശിക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മീഖാൾ ഇവിടെ ചെയ്തത് ദാവീദ് ചെയ്തത് ഇഷ്ടമല്ല എന്നപ്പോൾ അവിടെ മനസ്സിൽ അവനെ അതികഠിനമായി നിന്ദിക്കുകയും അവൻ അത് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവനോടത് പറയുകയും ചെയ്യുന്നുണ്ട്. ദാവീദ് നമ്മൾ വായിക്കുന്നു, പേടകം കൊണ്ടും അന്യമായ രീതിയിൽ അത് അവിടെ കൊണ്ടുവന്ന് അത് സ്ഥാപിച്ച ശേഷം കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കാൻ ഭവനത്തിലേക്ക് വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനാണ്, ആരാധിക്കുന്നവനാണ് അനുഗ്രഹിക്കാൻ അവകാശമുള്ളത് എന്ന കാര്യം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ മീഖാൾ അവനെ അധിക്ഷേപിച്ചപ്പോൾ നിന്റെ ദാസിമാർ കാണുക, നീ നിന്നെ തന്നെ അനാവൃതമാക്കിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ, കാരണം ദാവീദ് ഒരു ചെറിയ ചാക്കിശീല മാത്രം ഒരു ചടങ്ങ് കൊണ്ടുള്ള ഒരു ലളിതമായ വസ്ത്രം ധരിച്ചാണ് അവൻ നൃത്തം ചെയ്തത്. രാജകീയമായ പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചല്ല. അതവൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്. അപ്പം ദാവീദ് അവളോട് പറയുന്ന ഒരു മറുപടിയുണ്ട്. അതായത്, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ പട്ടണത്തിലേക്ക് വരുമ്പോൾ എനിക്ക് മൗനമായിരിക്കാൻ സാധിക്കില്ല. എൻ്റെ കുടുംബാംഗങ്ങളിൽ വെച്ചും ഈ ഒക്കെ എന്നെ അനുഗ്രഹിച്ച, എന്നെ സംരക്ഷിച്ച, ഇന്ന് രാജാവാക്കി എന്നെ തിരഞ്ഞെടുത്ത് എന്നെ അഭിഷേകം ചെയ്ത ആ ദൈവത്തിൻ്റെ സാമീപ്യം വരുമ്പോൾ എനിക്ക് മൗനമായിരിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവർ, ദൈവം ചെയ്യുന്നതായ ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ കരുതലും ഓരോ സംരക്ഷണവും അനുഭവിക്കുമ്പോഴും മൗനമായിരിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാവണം. അത് നമ്മുടെ ഹൃദയത്തിലായാലും വാക്കുകളിലായാലും പാട്ടുകളാലായാലും പ്രാർത്ഥനകളാലായാലും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനിടയാകണം, ദാവീദ് ചെയ്തതുപോലെ. അപ്പോൾ ദാവീദ് ഈ പേടകം എങ്ങനെ ദൈവസ്ഥലത്തിൽ ഈ പേടകം ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ദിവ്യമായ സാമീപ്യമാണ്. ആ സാമീപ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വായിക്കുന്ന വിശുദ്ധ ബൈബിള്, വിശുദ്ധ ദൈവവചനം, ആരാധനയല്ല. അപ്പോൾ ദൈവവചനത്തെയും ആ രീതിയിൽ കാണുവാനും ആദരിക്കുവാനും എല്ലാ ദിവസവും അത് വായിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവം ചെയ്യുന്ന ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന വലിയ അനുഭവത്തിൽ കടന്നു വരുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയിൽ കിടന്ന് പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മെ സഹായിക്കുമാറാകട്ടെ.